നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെ തന്നെ ഒരു യാത്രയ്ക്ക് തുടക്കമാകുകയാണ്. മനസ്സിന് കുളിർമയേകുന്ന യാത്രകൾ എപ്പോഴും നമുക്കൊരു ആസ്വാദനം തന്നെയാണ്. ഒരു പെട്ടെന്നുള്ള ഒരു പ്ലാനായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് മുമ്പേ വീട്ടിൽ നിന്ന് യാത്ര തിരിച്ച് വൈകിട്ട് നമ്മൾ വീട്ടിൽ എത്തിച്ചേരാമെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ പ്രാവശ്യം നമ്മൾ നേരെ പോകുന്നത് ചരിത്രം ഉറങ്ങുന്ന പാഞ്ചാലിമേടിലേക്കാണ്. ഒരു ഉച്ച കഴിഞ്ഞൊക്കെ പാഞ്ചാലിമേട്ടിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുന്ന കാഴ്ചകൾ അതിമനോഹരമാണ്. അങ്ങനെ നമ്മൾ പാഞ്ചാലിമേട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് ഒരു കിടുക്കാച്ചി യാത്രയുമായി. പാഞ്ചാലിമേട്ടിൽ എപ്പോഴും നല്ല കാറ്റാണ് അനുഭവപ്പെടുന്നത്. ഇതുതന്നെയാണ് പാഞ്ചാലിമേടിൻ്റെ മെയിൻ എൻട്രൻസ്. നമ്മൾ അകത്തേക്ക് പ്രവേശിക്കണ ഒരു 10 രൂപ പാസ് എടുക്കണം. പാഞ്ചാലിമേട്ടിൽ ഇപ്പോൾ ഒത്തിരി നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു കേട്ടോ. അങ്ങ് മുകളിൽ വരെ ഈ കല്ല് പാകിയിട്ടുണ്ട്. നമ്മൾ വന്നത് ഉച്ച കഴിഞ്ഞ് ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയ മഴക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുകളിലേക്ക് പോകാം. അത് കഴിഞ്ഞ് തിരിച്ച് വന്നതിന് ശേഷം ഇവിടുത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് വരാം. ഈ ലോക്ക്ഡൗണിന് ശേഷം ഒത്തിരി സഞ്ചാരികൾ ഇവിടെ വന്ന് ഇപ്പോൾ സന്ദർശിക്കാറുണ്ട്. ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു കിടുക്കാച്ചി സ്ഥലം തന്നെയാണിത്. പാഞ്ചാലിമേട്ടിൽ മാത്രം ദൃശ്യമാകുന്ന ഒരു സൈസ് പുല്ലുകളാണിത്. ഒരു വെറൈറ്റി കളറാണ് ഈ പുല്ലുകൾക്ക്. അതുകൊണ്ട് തന്നെ കാണാൻ അതിമനോഹരമാണ് ഈ പുല്ലുകൾ. നമ്മൾ പാഞ്ചാലിമേട്ടിൽ ആദ്യം പോകുന്നത് ചരിത്രം ഉറങ്ങുന്ന ഒരു ദേവീക്ഷേത്രത്തിലേക്കാണ് ആദ്യം പോകുന്നത്. നല്ല കാറ്റുണ്ട്, ഇപ്പോഴും നല്ല കാറ്റ് അനുഭവപ്പെടുന്നുണ്ട്. ഇതിലെ മേളിലേക്ക് പോകുമ്പോഴാണ് ചരിത്രപ്രസിദ്ധമായ ആ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ആ മലയുടെ മേളിലാണ് ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നല്ല തണുപ്പുണ്ട്, ഇപ്പം നല്ല തണുപ്പും നല്ല കാറ്റുമാണ്. അതുകൊണ്ട് നടപ്പ് ഒരു ബുദ്ധിമുട്ടായിട്ടൊന്നും അനുഭവപ്പെടുന്നില്ല. അപ്പോൾ നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ് ചരിത്രം ഉറങ്ങുന്ന പാഞ്ചാലിമേട്ടിലെ ദേവീക്ഷേത്രത്തിൻ്റെ മുന്നിൽ എത്തിപ്പെട്ടിരിക്കുകയാണ്. അത്യാവശ്യം കിതയ്ക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് പാഞ്ചാലിമേട്ടിലെ ദേവീക്ഷേത്രത്തിന് മുന്നിൽ നിന്നുള്ള വ്യൂ. പൂജയും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ ഉണ്ട്. അങ്ങ് കാണുന്ന ഏറ്റവും ടോപ്പിലാണ് പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും ടോപ്പ് പാവം. നമുക്ക് ഇതിലെ നടന്ന് അങ്ങ് ടോപ്പ് വരെ ചെല്ലണം, എന്നാലേ ബാക്കിയുള്ള ചിത്രീകരിക്കാൻ സാധിക്കത്തുള്ളൂ. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പാഞ്ചാലിമേടിൻ്റെ ടോപ്പും ദൃശ്യമാകാൻ സാധിക്കും. ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടും പല പ്രദേശങ്ങൾ കൊണ്ട് അനുഗ്രഹപ്രദമാണ്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യും. മണ്ഡലകാലമായി കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അകത്തും പുറത്തുമുള്ള ഒത്തിരി അയ്യപ്പന്മാർ ഈ അമ്പലത്തിൽ വന്ന് ദർശനം നടത്താറുണ്ട്. ഈ മലയുടെ ഇത്രയും മേളിൽ നിൽക്കുമ്പോഴേ ഈ സൂര്യകിരണങ്ങൾ നേരെ ഭൂമിയിലേക്ക് വന്ന് പതിക്കുന്ന ഒരു അസുലഭമായ നിമിഷമാണ് നമ്മളിപ്പോൾ ദൃശ്യമാകുന്നത്. അങ്ങനെ തന്നെ നമ്മളിവിടെ നിൽക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു ഉണർവും ഒരു സമാധാനവും എല്ലാം ഇവിടെ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും. മണ്ഡലകാലമായി കഴിഞ്ഞാൽ മകരവിളക്കിൻ്റെ ആ ദിവസം മകരജ്യോതി നമുക്ക് ഇവിടെ നിന്ന് ദൃശ്യമാകും. ചില സമയങ്ങളിൽ മഞ്ഞ് ഇറങ്ങുകയാണെങ്കിൽ നമുക്കത് ദൃശ്യമാകത്തില്ല, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ നിന്നാൽ അത് ദൃശ്യമാകും. ഇനി തിരിച്ച് നമുക്ക് പാഞ്ചാലിമേടിൻ്റെ ഏറ്റവും ടോപ്പിലോട്ട് പോകാം. അങ്ങ് അവിടെ വരെ ചെല്ലണം. സത്യത്തിൽ പാഞ്ചാലിമേടിന് വേറൊരു അർത്ഥം കൂടിയുണ്ട്. ഇതൊരു മതസൗഹാർദ്ദത്തിന് ഈറ്റില്ല എന്ന് തന്നെ പറയാം. ഈ കാണുന്ന കുരിശ് 14 കുരിശുണ്ട് മേളിലോട്ട് ഏറ്റവും ടോപ്പ് വരെ. അപ്പോൾ അമ്പലവും പള്ളിയും എല്ലാം ഒരുമിച്ചിരിക്കുന്ന മതസൗഹാർദ്ദത്തിൻ്റെ ഒരു ഈറ്റില്ലമായിട്ട് തന്നെ നമുക്ക് പാഞ്ചാലിമേടിനെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇതെല്ലാം ഗവൺമെൻറ് പുതിയതായിട്ടുണ്ടാക്കിയാണ്. ഈ ഗോപുരങ്ങളും ഈ നടത്തിയിരിക്കുന്ന വർക്കുകളെല്ലാം പുതിയതായിട്ട് വന്നിരിക്കുന്നതാണ്. അപ്പോൾ പാഞ്ചാലിമേടിലെ കുരിശുമല നമ്മൾ കയറുകയാണ്. അപ്പോൾ ഏറ്റവും ടോപ്പിൽ ചെല്ലണം. ശ്വാസം കിട്ടാൻ ശക്കലം പാടാണ് ഇവിടെ. ശ്വാസം വലിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാഞ്ചാലിമേടിൻ്റെ വശ്യസുന്ദരമായ ഏറ്റവും മുകളിൽ നമ്മൾ എത്തിച്ചേർത്തിരിക്കുകയാണ്. നല്ല കാറ്റാണ് ഇപ്പോൾ ഇവിടെ അടിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല. കോട്ടയം കുമളി റോഡിലുള്ള പട്ടുമലപ്പള്ളിയാണ് ഈ ദൃശ്യമാകുന്നത്. അങ്ങനെ നമുക്ക് ഇതിൻ്റെ മേളിൽ നിന്ന് ഒത്തിരി കാഴ്ചകൾ ഇവിടെ നിന്ന് ദൃശ്യമാകും. അങ്ങനെ നമ്മൾ കുന്ന് കയറി ഇനി നമുക്ക് താഴേക്ക് പോയേക്കാം അല്ലേ.
താഴേക്ക് പോകണം ശ്രദ്ധിക്കണം കേട്ടോ, കാരണം വെച്ചാൽ എല്ലാം ഉരുണ്ട് കിടക്കുന്ന കല്ലുകളാണ്. ഒന്ന് തന്നെയേ താഴെ പോയേ കിടക്കത്തുള്ളൂ, അതാണ് കുഴപ്പം. ഇനി നമ്മൾ താഴേക്ക് പോകുന്നത് അത്ഭുത പ്രതിഭാസം കാണാനാണ് കേട്ടോ. ഒരു കുന്നിൻ്റെ മേളിൽ, ഇത്രയും വലിയ കുന്നിൻ്റെ മേളിൽ ഒരു ഡാം, അതെങ്ങനെ വന്നെന്നും അറിയത്തില്ല. അവിടെ എങ്ങനെയാണ് വെള്ളം കെട്ടിക്കിടക്കുന്നതെന്നും ഒരു പിടുത്തമില്ല. ഏതായാലും നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മൾ താഴേക്ക് പോകുന്ന വഴിയില്ല, 2 സൈഡിലേക്ക് പുല്ല് വളർന്ന് കിടക്കുക കേട്ടോ. പുല്ലിനെ നമ്മൾ വാങ്ങി മാറ്റി വേണം താഴേക്ക് പോകുവാൻ. ഇതാണ് ഞാൻ പറഞ്ഞ ഡാം കേട്ടോ, ഒരു ചെക്ക് ഡാം പോലെ സ്ഥിതി ചെയ്യുന്നു. ഇതിനകത്ത് അത്യാവശ്യം മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, നല്ല ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കളർ നോക്കിക്കേ, നീല കളറല്ലേ, അതുകൊണ്ട് നല്ല ആഴമുണ്ട്. നമ്മൾ പിള്ളേരൊക്കെ ആയിട്ട് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണേ. ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ഡാമിൻ്റെ അകത്തോട്ട് പ്രവേശിക്കാൻ സാധിക്കും. ഇത് നോ എൻട്രി ആണ്, എന്നാലും ഒന്ന് പോയി ശ്രമിച്ച് നോക്കാം. നമ്മൾ ഡാമിൻ്റെ തൊട്ടടുത്ത് തന്നെ വന്നിരിക്കുകയാണ്. ഇതിൻ്റെ മേളിൽ മീനൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ച് നമുക്ക് മല കയറാം. ചക്രവാളത്തിലെ സൂര്യൻ അസ്തമിക്കാൻ പോകുന്നു. ആ സൂര്യകിരണങ്ങളെ പാഞ്ചാലിമേടിനെ തഴുകുന്ന അസുലമായ ഒരു നിമിഷമാണ് ഇപ്പോൾ ഇവിടെ ദൃശ്യമാകുന്നത്. അത്യാവശ്യം ഇപ്പോഴേ മഞ്ഞ് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ വേണ്ട ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു മലയുടെ മേളിൽ പോയി നിൽക്കുമ്പോഴുള്ള പ്രതീതി പോലെയാണ് നമുക്കിപ്പോൾ അനുഭവപ്പെടുന്നത്. ഇനിയൊന്ന് നമുക്ക് താഴേക്ക് പോകാം, താഴത്തെ കാഴ്ചകളിലേക്ക് ഇനിയും പോകാം. അവസാനമായിട്ട് പാഞ്ചാലിമേട്ടിൽ നല്ല നവീകരണ പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. വേൾഡ് ക്ലാസ് നവീകരണ പ്രവർത്തനങ്ങളാണ്. അതുപോലെ സ്റ്റാൻഡേർഡായിട്ടാണ് കാര്യങ്ങളെല്ലാം ഇപ്പോൾ ചെയ്തിരിക്കുന്നത് തന്നെ. ഈ കൽമണ്ഡപത്തെ തൊട്ടേ നല്ലൊരു ഗാർഡൻ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുന്ന ഈ കൽമണ്ഡപം അതെല്ലാം കല്ലായി തീർത്തത് തന്നെയാണ്. കേരളത്തിൻ്റെ തനതായ വാസ്തുശില്പങ്ങൾ വിളിച്ചു പോകുന്നത് തന്നെയാണിത്. നമുക്ക് പാഞ്ചാലിമേട് പുതിയതായിട്ട് വന്ന കൽമണ്ഡപത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. ഇതാണ് പുതിയതായിട്ട് വന്ന കൽമണ്ഡപം. ഇതിനകത്ത് റെസ്റ്റോറൻറ്റ് അടക്കമുണ്ട്. എല്ലാം കല്ലിൽ തീർത്താണ്, ഒറ്റ കല്ലിൽ തീർത്തിരിക്കുന്നതാണ്. ഇതാണ് റെസ്റ്റോറൻ്റ് ഉണ്ട്, ടൂറിസ്റ്റ് സൗകര്യങ്ങളുമുണ്ട്. നല്ല വികസന പദ്ധതികളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാലും മാക്സിമം എൻജോയ് ചെയ്യാനുള്ള സാധിക്കും. രാജാവാണ് ടിക്കറ്റ് കൗണ്ടർ. അതിമനോഹരമാണ് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ ഇപ്പോൾ കാണാൻ. അത്യാവശ്യം നല്ല കാറ്റുമുണ്ട്. ആനയെ തുമ്പിക്കൈക്കകത്തൊരു വെള്ളം വരികയാണ്. കൽമണ്ഡപത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു പുൽത്തേടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയാണ് കേട്ടോ ആ പുൽത്തേടിയിൽ ഇരിക്കാനൊക്കെ. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ പോകും കേട്ടോ. ഇപ്പോഴും സഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് കേട്ടോ. ഒരു വൺ ഡേ ട്രിപ്പ് പോകാൻ ഏറ്റവും പറ്റിയ സ്ഥലമാണ് പാഞ്ചാലിമേട്. ഏതായാലും ഉത്തരവായി എന്നാ പിന്നെ നമുക്ക് അസ്തമയം കൂടെ കാണാം. അടിപൊളി ഒരു അസ്തമയം കൂടെ കണ്ടിട്ട് പോയേക്കാം. സൂപ്പർ ഒരു അസ്തമയം കാണാൻ സാധിച്ചു കേട്ടോ, ഒന്നും പറയാനില്ല ഇതിനകത്ത്. എന്നാ രസമാണ്, അടിപൊളി. ആ ചക്രവാളത്തിൽ കാണുന്ന ചുമന്ന സൂര്യനെ ഭൂമിയോട് യാത്ര പറഞ്ഞ് പാഞ്ചാലിമേടിനെ തഴുകി ഇറങ്ങുന്ന ഒരു അസുലഭമായ നിമിഷമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഈ സുന്ദരമായ അസ്തമയം കാണാൻ ഒത്തിരി സഞ്ചാരികൾ ഈ സമയത്ത് ഇവിടെ വന്നെത്താറുണ്ട്. അങ്ങനെ അസ്തമയം കണ്ട് മനസ്സിന് നല്ല കുളിർമയായി. ഇനി പാഞ്ചാലിമേടിനോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുകയാണ്. നമ്മുടെ യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി വേറൊരു അടിപൊളി യാത്രയുമായി നമുക്ക് നേരിൽ കാണാം. ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടുള്ള നന്ദി അറിയിച്ചുകൊള്ളട്ടെ.